നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള പള്ളിക്കരയ്ക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെ പ്ലോട്ടുകളുടെ വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് 5.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന് 2 വശങ്ങളിലുമായി നല്ല വീതി കൂടിയ റോഡ് സൗകര്യത്തോടു കൂടി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ സൈഡ് വശങ്ങളിൽ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ റോഡാണ് നൽകിയിരിക്കുന്നത്. 2 സൈഡിലും അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. മാത്രമല്ല തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വെറും 150ഓളം മീറ്റർ മാത്രം ദൂരവും തൃപ്പൂണിത്തുറയിലേക്ക് 12 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ചുറ്റും കോമ്പോ വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തെ വാളിൽ ടെക്സ്റ്റർ വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്ത് കടുപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് വരുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല KWA കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. കിണർ മനോഹരമായ രീതിയിൽ ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. മാത്രമല്ല KWA കണക്ഷൻ ഇവിടെ സുലഭമാണ്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്ത ഒരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ സൈഡ് വശങ്ങളിൽ അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. വടക്ക് കിഴക്ക് മൂലയിലായി കിണറും നിർമ്മിച്ചിട്ടുണ്ട്. വലിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ലിവിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ സെറ്റുകളെല്ലാം യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നമുക്കൊരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിൽ തന്നെ വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഇവിടെ ഭംഗിയാക്കിയിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. ഷെൽഫുകളെല്ലാം പ്രത്യേകം നൽകിയിട്ടുണ്ട്. മാത്രമല്ല കട്ട്ലറി ക്രോക്കറികൾക്കുള്ള പ്രത്യേക ഷെൽഫുകളും നമുക്ക് ഈ ഡൈനിങ് സ്പേസ് അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് അലങ്കരിച്ച ഒരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കബോർഡ് വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് നല്ല ഭംഗി തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് നമുക്കിവിടെ കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായാണ് കിച്ചൻ്റെ ദർശനം വരുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം വളരെയധികം കബോർഡ് വർക്കുകൾ ചെയ്ത് അലങ്കരിച്ച കിച്ചൺ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് 2 ബെഡ്റൂമാണ്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ എസ്റയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു വുഡ് ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെയും ലഭിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു 4 കമ്പാർട്ട്മെൻറ്റ് വാർഡ്രോബാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മൾട്ടിവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിന് ഗ്രാനൈറ്റും ഹാൻഡ് റെയിനായ സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്.
മനോഹരമായ ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വാളുകളിൽ പർഗോളകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. മനോഹരമായ ഒരു ഫാമിലി ലിവിങ്ങും നമുക്ക് അപ്പർ ലിവിങ് ഏരിയയിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഒരു TV യൂണിറ്റും അവൈലബിൾ ആണ്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു എൻട്രി കൂടി വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയ നീളത്തിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കാക്കനാടുള്ള മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്കിൽ നിന്നും വെറും 6 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഒരു ഫ്ലഡ് എഫക്റ്റ് ഏരിയയിലല്ല സ്ഥിതി ചെയ്യുന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ബാൽക്കണിയിലെ ഈ ഒരു ഭാഗം നമുക്ക് ചെടികളെല്ലാം വയ്ക്കാൻ പറ്റിയൊരു സ്പേസാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന 2 ബെഡ്റൂമുകളാണ്. അതിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യങ്ങളും നൽകി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂംസിലേക്ക് പോയാൽ ഒരു വുഡ് ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല സിറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ 4th ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ക്രീം ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു യൂട്ടിലിറ്റി ഏരിയയും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ലഭ്യമാണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഡ്രസ് വർക്ക് ചെയ്ത് മനോഹരമായ രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 5.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി, ബസ് റൂട്ടിൽ നിന്നും വെറും 150 മീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ വീടിന് ചോദിക്കുന്ന വില 84 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. മനോഹരമായ ഈ വീട് സ്വന്തമാക്കാൻ വീഡിയോയിൽ കാണുന്ന ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക. ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ വെറും 5 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റായി ഇടാനുണ്ടെങ്കിൽ ബാക്കി തുക നമുക്ക് ലോണാക്കിയും നൽകാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്താൽ ദിവസവും ഇങ്ങനെയുള്ള വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.